ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് ജ്യോതിഷ്. ഇന്നത്തെ നമ്മുടെ യാത്ര ധനുഷ്കോടിയിലേക്കാണ്. പിന്നെ രാമേശ്വരം ക്ഷേത്രത്തിന്റെ കുറച്ച് വിശേഷം കൂടി ഞാൻ പറയാം കേട്ടോ. മധുര ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാമേശ്വരത്തേക്കാണ് എത്തിയത്. റൂമൊക്കെ ഇവിടെ എടുത്തിട്ട് ഇപ്പോഴും നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. പിറ്റേന്ന് രാവിലെ രാമേശ്വര ക്ഷേത്ര ദർശനവും പോകാനായിട്ടാണ് പ്ലാനിങ്. എന്നാൽ പിന്നെ ആദ്യം പ്രേതനഗരം എന്നറിയപ്പെടുന്ന ധനുഷ്കോടിയുടെ കാഴ്ചകൾ കണ്ടിട്ട് വരാം. പണ്ട് കാലത്ത് ഇവിടെ ആൾക്കാർ താമസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ടൂറിസ്റ്റുകൾക്കായിട്ട് കുറെ കച്ചവടക്കാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ, നല്ല തിരക്കാണ്. വാഹനമൊക്കെ നമ്മൾ കുറെ ദൂരെയായിട്ട് പാർക്ക് ചെയ്തിട്ട് വേണം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള രാമസേതു എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തുവാൻ. ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നത് പണ്ട് ലങ്കയിലേക്ക് കടക്കുവാനായിട്ട് ശ്രീരാമൻ കടലിന് നടുവിലൂടെ വഴിയൊരുക്കി എന്ന് വിശ്വസിച്ചു പോരുന്ന രാമസേതുവിന്റെ ഒരറ്റത്താണ്. തീർത്തും ശാന്തമായ തിരകൾ അടിക്കുന്ന ഈ കടൽ തീരത്ത് വൈകുന്നേരങ്ങൾ എത്തുവാൻ നിങ്ങൾ മാക്സിമം നോക്കണം കേട്ടോ. അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ സന്ധ്യമയങ്ങും കാഴ്ചകൾ. ധനുഷ്കോടി സ്പെഷ്യൽ സൺസെറ്റ് കാണാമെന്ന് കരുതി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. പക്ഷേങ്കിൽ സൂര്യൻ മേഘങ്ങൾക്കിടയിലേക്ക് മറഞ്ഞുപോയി. ഇനി നമുക്ക് ധനുഷ്കോടിയുടെ പഴയകാല കഥകളിലേക്ക് പോകാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച തുറമുഖ പട്ടണമായിരുന്നു ധനുഷ്കോടി. 1964 ഒരു വലിയ ചുഴലിക്കാറ്റ്, ഒരു നാടാകെ ഇല്ലാതായി പോയ വിപത്ത്. അതെ, 1500-ലധികം മരണങ്ങളാണ് അന്നത്തെ ആ രാത്രിയിൽ സംഭവിച്ചത്. ഇവിടെ ബാക്കിയായ കെട്ടിടാവശിഷ്ടങ്ങൾ ഇന്ന് വിനോദസഞ്ചാരികൾക്കായി തലയുയർത്തി നിൽക്കുന്നു. ധനുഷ്കോടി സിറ്റിയോട് ചേർന്ന്, അതായത് പ്രേതനഗരത്തിൻ്റെ അവശിഷ്ടങ്ങളുള്ളതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ അധികം തിരക്കില്ലാതെ ശാന്തമായി ഒഴുകുന്ന തിരമാലകളുള്ള കടപ്പുറങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി കുറച്ച് നേരം ഇവിടെ ചെലവിടാം. രാമേശ്വരത്ത് നമ്മളിപ്പോൾ ഉള്ളത് 2ാം ദിവസമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെയുള്ള രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. രാമന്റെ ഈശ്വരൻ അഥവാ ശ്രീരാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് ഈ ദേശത്തിന് രാമേശ്വരം എന്ന പേര് വന്നത്. രാവണൻ എന്ന ബ്രാഹ്മണനെ വധിച്ചതിലൂടെ ശ്രീരാമന് ബ്രഹ്മഹത്യ പാപം ബാധിച്ചുവെന്നാണ് ഐതിഹ്യം. ഈ പാപം നീക്കുവാനായിട്ട് മഹർഷിയായ അഗസ്ത്യനാണ് ശ്രീരാമനോട് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി പരമശിവ പ്രീതി നേടുവാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം ഇവിടെ ഉടലെടുക്കുന്നത്. സർവ്വപാപമോചനത്തിന്റെ പുണ്യഭൂമിയായിട്ടാണ് രാമേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ 22 കിണറുകളിലെ ജലത്തിൽ കുളിക്കുന്നതിലൂടെ സർവ്വപാപവും കഴുകിക്കളയുന്നു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ക്ഷേത്ര ജീവനക്കാർ ഓരോ കിണറിൽ നിന്നും ജലം കോരി ഭക്തരുടെ ശിരസിലേക്കൊഴിച്ച് സ്നാനം ചെയ്യുന്നു. ഓരോ സ്നാന കിണറുകളിലും ഓരോ ദേവീ ദേവന്മാരുടെ അനുഗ്രഹം കിട്ടുന്നു എന്നതാണ് വിശ്വാസം. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശുദ്ധീകരിക്കാൻ കടലിൽ മുങ്ങി കുളിക്കുന്നവരുടെ തിരക്കാണിത്.
പിന്നെ ഈ രാമനാഥസ്വാമി ക്ഷേത്രത്തിന് 4 ഗോപുരങ്ങളാണ് ഉള്ളത്. ക്ഷേത്രത്തിന് കിഴക്കും പടിഞ്ഞാറുമായിട്ട് വലിയ ഗോപുരങ്ങളും വടക്കും തെക്കുവശത്തുമായിട്ട് താരതമ്യേന ചെറിയ ഗോപുരങ്ങളുമാണ് ഉള്ളത്. ഇതിൽ കിഴക്കേ ഗോപുരമാണ് ഏറ്റവും വലുത്. ദക്ഷിണേന്ത്യയിലെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി രാമേശ്വരം ഇന്ത്യൻ സാംസ്കാരിക ഏകീകരണത്തിന്റെയും ദേശീയ ഐക്യത്തിന്റെയും ശക്തമായ പ്രതീകമാണ്. ഒരു തീർത്ഥാടന യാത്ര എന്നതിലുപരി ഇന്ത്യയുടെ ചരിത്രത്തെ കൂടുതൽ അടുത്തറിയുവാനായിട്ട് ഈ യാത്ര നമ്മൾക്കൊരു മുതൽക്കൂട്ടാണല്ലേ. നമ്മുടെ രാമേശ്വരം ധനുഷ്കോടി ട്രിപ്പിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കണ്ട കേട്ടോ. മറ്റൊരു ദേശത്തെ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.